നമ്മൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഫർളില്ലാതെ കുറേ സുന്നത്ത് ചെയ്യല്. അങ്ങനെ ചില ആൾക്കാരെ കാണാം, ഫർള് നിസ്കരിക്കൂല. അജ്മീർ, നാഗൂർ, മുത്തുപ്പട്ട എമ്മാതിരി സിയാറത്ത ഉപരെ വിചാരി ഈ ഔലിയാക്കളിലും ഉപരെ രക്ഷപ്പെടുത്തുന്ന ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ സ്ഥാനത്തെത്തുമോ? ഇല്ല ഇല്ല. ഹാജാ തങ്ങളുടെ പേരിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയേക്കണത്. ഹാജാ തങ്ങൾ തന്നെ വിചാരിക്കും ഈ ഹാവാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന്. ഓ മരുസാഗറിൽ കയറി വരിക, എറണാകുളം ഓക്കെ എക്സ്പ്രസ്സിൽ കയറി വരിക, ഒരൊറ്റ നിസ്കാരം ഈ 1.5 ദിവസം ഇല്ലെങ്കിൽ ഇവനെന്തിനാ സിയാറത്ത് ചെയ്യണത്? അല്ലാമ സറൂഖ് റഹിമഹുല്ല ഹിസ്ബുൽ ബഹറിന് എഴുതിയ വ്യാഖ്യാനത്തിൽ ഇത് നന്നായി വിശദീകരിക്കുന്നത് കാണാം. അപ്പൊ നമുക്ക് തോന്നുന്ന കുറെ കാര്യം ചെയ്താൽ ഇബാദത്താവോ? ഇല്ല. മതം പറയുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് സൂഫിയാക്കളുടെ സ്വഭാവം പറയുന്നിടത്ത് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, എന്ത്? കുടുംബത്തിന് മര്യാദയ്ക്ക് ചെലവിന് കൊടുക്കാതെ, അയൽവാസികളെ പരിഗണിക്കാതെ, സ്വതക്കയുമായിട്ട് വരുന്ന മനുഷ്യന്മാരുടെ സ്വതക്കയോ ഹദിയയോ മഹാന്മാരായ സൂഫിയാക്കൾ സ്വീകരിക്കാറില്ല. എന്ത്? നീ ആദ്യം അവിടെ കൊടുക്ക്, നീ എന്നെ കാണാൻ ഭയങ്കരമായിട്ട് മടക്കി കൊടുത്തിട്ട് തരുന്നു, അത് അവിടെ കൊടുത്തിട്ട് വാ. നിൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെ കല്യാണം അവിടെ പ്രയാസപ്പെട്ട് ആ പാവ മഹർ വാങ്ങാനും കല്യാണം നടത്താനും കഷ്ടപ്പെടുമ്പോൾ നീ ഇവിടെ സംഭാവന കൊണ്ടുപോ. ഇമാം ഷാറാനി തങ്ങളുടെ സൂഫിയാക്കളുടെ സ്വഭാവം പറയുമ്പോൾ തൻ്റെ ഹാദിൽ ഹാഇരീൻ ഇല റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാനെന്തിനാ ഇങ്ങനെ ഒരു ആമുഖം പറയണത്? നമുക്ക് ഇസ്ലാമിലൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ജീവിച്ചാലേ നമ്മൾ സ്വാലിഹായ അമല് ചെയ്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനാദ്യത്തെ പാർട്ട് പറഞ്ഞത് വാജിബായ നിസ്കാരം, നോമ്പ്, അത്യാദി സക്കാത്ത്, ഹജ്ജ് അതൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഹുക്കൂക്കുകൾ, മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അയൽവാസികൾ, ക്ലാസ്സിലെ കൂട്ടുകാർ, ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ് എല്ലാവരോടും. അത് എല്ലാവരോടും എന്ന് പറഞ്ഞാൽ വഴിയോടുമുള്ള കടപ്പാട് നിർവഹിക്കണം. വഴിയോട് ഹക്കുണ്ട്, അതും നിർവഹിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതാണ് മദീനന്റെ കൾച്ചർ എന്ന് പറഞ്ഞത്. വഴിയോട് കുറേ കടപ്പാടുണ്ട്. അപ്പൊ പരിസരത്ത് താമസിക്കുന്നവർക്കോ വഴിയാത്രക്കാർക്കോ അസ്വസ്ഥത ഉണ്ടാവുന്ന രീതിയിൽ നിന്റെ ബൈക്കിന്റെ ഹോൺ നീ അടിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ ബുള്ളറ്റ് എടുത്ത് പോയി എന്ന് വിചാരിച്ചോ, ഭയങ്കര സൗണ്ട് ആക്കിയിട്ട് അവൻ്റെ ബൈക്കിന്റെ ഏതോ ഒരു ഭാഗമൊക്കെ പറിച്ചു കളഞ്ഞ് ഭയങ്കര സൗണ്ട് ആക്കിയിട്ട് പോയാൽ തന്നെ മനസ്സിലാക്കാം ഇവനെ കൺട്രോൾ ചെയ്യണത് മദീനയല്ല, ഇൻസ്റ്റഗ്രാമാണ്. അത് ഓൻ്റെ ആധാർ കാർഡ് നോക്കൊന്നും വേണ്ട, അത് പോയ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓ നല്ലൊരു മുസ്ലിം അല്ല പോയത്. കാരണം എന്തുകൊണ്ട്? മദീനയിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, നീ വണ്ട് പാർക്ക് ചെയ്യുമ്പോൾ വയലിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് അർജൻറ്റായി കോൾ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ പോകാൻ പറ്റുന്നവർക്ക് നീ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വഴിയോട് 14 കടപ്പാടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഹദീസ് വിശദീകരിച്ച് തൻ്റെ ഫത്ഹുൽ ബാരിയിൽ അത് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ വിഷയം അതല്ല. അപ്പം എല്ലാവരോടുള്ള കടപ്പാട് നമ്മൾ കറക്റ്റ് നിർവഹിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നല്ലാതെ ആഖിറത്തിൽ വിജയിക്കൂല. ആഖിറത്തിൽ വിജയിക്കും. അങ്ങനെ അമൽ സ്വാലിഹാവണം. അമലുകൾ പല തരത്തിലുണ്ടാവും. ഉദാഹരണത്തിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്, നോമ്പ്, നിസ്കാരം, ഹജ്ജ്, ഇത് തന്നെ പലതരത്തിലുണ്ട്. ഉദാഹരണം, പ്രതിരോധമാണ് നോമ്പ്. നോമ്പിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, ചെയ്യാണ്ടിരുന്നാൽ മതി. നോമ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, ചെയ്യാതിരുന്നാൽ മതി. തിന്നാതിരിക്കുക, കുടിക്കാതിരിക്കുക, അങ്ങനെ. നിസ്കാരം അങ്ങനല്ല, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാമ്പത്തികമായ ഇബാദത്തും ഉണ്ടാവും, അതാണ് സക്കാത്ത്. സമ്പത്തും ശരീരവും കൂടി മിക്സഡ് ആയതാണ് ഹജ്ജ്. ഇസ്ലാമിൽ എല്ലാം കൂടി ഉണ്ടാവും.
ഉദാഹരണത്തിന് ചെറിയ പെരുന്നാൾ പോലെ അല്ലല്ലോ ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു മാംസബുക്ക് ഉളുഹിയത്ത്, ചെറിയ പെരുന്നാൾ സസ്യബുക്ക് അരി. കണ്ടോ, എല്ലാം കൂടി ഉണ്ടാവും നമ്മുടെ മതത്തിൽ. കറക്റ്റ് റൂട്ടിലായിരിക്കും പോവുക. ഇബാദത്ത് തന്നെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പ് നിസ്കാരമായിരിക്കും. ഏറ്റവും ടോപ്പ് നിസ്കാരം. നിസ്കാരത്തിൽ വീഴ്ച വന്നാൽ അവന് വേറെ എന്ത് അമലുണ്ടായിട്ടും കാര്യമില്ല. ഇപ്പോൾ ഒരാൾ നോമ്പ് 10 ഒഴിവായിപ്പോയി, അയാൾ മരിച്ചുപോയി, അതിന് പരിഹാര മാർഗങ്ങളുണ്ട്. ഒരാളെ ഹജ്ജ് ചെയ്യാതെ മരിച്ചു, പരിഹാര മാർഗങ്ങളുണ്ട്. സക്കാത്ത് കൊടുക്കാതെ മരിച്ചു, പരിഹരിക്കാൻ വകുപ്പുണ്ട്. നിസ്കരിക്കാതെ ഒരാൾ മരിച്ചു, അയാളെ പേരിൽ 70,000 പോത്തന്നെ അർത്ഥമെന്ന് വിചാരിച്ചോ. സാധാ 70,000 ദിക്റല്ലേ, അല്ലെങ്കിൽ 70,000 പോത്തന്നെ അർത്ഥമെന്ന് വിചാരിച്ചോ. എന്താ ഇപ്പോൾ പരിഹരിക്കോ ഈ ളുഹർ? ഇല്ല, പരിഹരിക്കൂല, പരിഹരിക്കൂല. നിസ്കാരത്തിന് പകരം വേറൊന്നും ഇല്ല. 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സ് മുതൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത മാതാപിതാക്കൾ ഫാസിഖീങ്ങളായിരിക്കും. ഷെഹറാനി ഇമാം റഹിമുള്ള പറയുന്നുണ്ട്, ചില ഉമ്മമാർക്ക് കൊട്ടേഷൻ കൊടുക്കും. ദാ നീ എല്ലാം നോക്കണേ, ഫീസ് മറ്റെല്ലാം ഞാൻ GPay ചെയ്യാം, ഇതൊന്നും എന്നെ കൊണ്ടാവില്ല. ആഹാ, അങ്ങനെ പറഞ്ഞാൽ മതി. അത് ഇമാം ഷെഹറാനി തങ്ങൾ തൻ്റെ ലവാഖി അൻവാറുൽ ഖുദുസിയ ഫിൽ ഉഹൂദിൽ മുഹമ്മദിയയിൽ പറയുന്നുണ്ട്, ചില ഉപ്പമാരങ്ങനെ ഉമ്മമാരെ ഏൽപ്പിച്ച് തടി തപ്പാൻ നോക്കാറുണ്ട്, അതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗമല്ല. നിസ്കാരം കൊണ്ട് 7 വയസ്സ് മുതൽ കൽപ്പിച്ചിരിക്കണം. ഓരോ വഖത്തിനും കുട്ടിനോട് പറഞ്ഞാലേ ആ കുട്ടി നിസ്കരിക്കുള്ളൂ എങ്കിൽ ഓരോ വഖത്തിനും ഉപ്പയും ഉമ്മയും പറയണം. ലേറ്റായിട്ടല്ലേ ഉറങ്ങിയത്, അതുകൊണ്ട് സുബീക്ക് വിളിക്കണ്ട എന്ന വിചാരമൊന്നുമല്ല കുട്ടികളോടുള്ള കരുണ. കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അക്കുട്ടി നരകത്തിൽ പോകാതിരിക്കാനുള്ള പണിയെടുക്കലാണ് എന്ന് ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു വലിയ മഖ്ദൂമങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ മക്കളോട് 7 വയസ്സ് മുതൽ, മക്കൾ എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും, വസ്സബിയ്യു യശ്മിലു ദക്കറ വൽ ഉൻസ, ആണായാലും ശരി പെണ്ണായാലും ശരി, 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പ ഫാസിക്കായത് കൊണ്ട് തന്നെ ആ വാപ്പ സാക്ഷി നിൽക്കുന്ന നിക്കാഹ് ബാത്തിലാണ്, ആ നിക്കാഹ് സ്വഹീഹാവുന്നതല്ല. വലൗ കാനു അൽഫൻ, അങ്ങനത്തെ 1000 ആള് ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി നിക്കാഹ് നടന്നു, ഒറ്റ ഒരാളും സാക്ഷിക്ക് പറ്റാത്തത് കൊണ്ട് അവിടെ നടന്ന നിക്കാഹ് ബാത്തിലാണ്. കാരണം അവർ നിസ്കാരം കൽപ്പിക്കാത്ത ഒപ്പിയാണ്. അവർ സാക്ഷിയാന്ന് പറഞ്ഞിട്ട് പേനക്ക് മഷിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒപ്പിടരുത്. പുറത്ത് അണ്ടിപ്പരിപ്പ് കാപ്പി സമൂസ കൊടുക്കുന്നുണ്ട്, വേഗം വാങ്ങുക, 2 കിട്ടുവാണെങ്കിൽ അതും വാങ്ങുക, ഒറ്റ വിടൽ വിടുക. അവിടെ നടന്ന നിക്കാഹിൽ വെറുതെ ഇടപെടരുത്. അത് മനുഷ്യന്മാർ സാക്ഷി എന്നോളൂ, നമുക്കത് പറ്റൂല. നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവമാണ്. ഓൻ കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്നൊന്നും നമ്മൾ കരുതരുത്. കുട്ടികളെ ശീലിപ്പിക്കണം നല്ല കാര്യങ്ങൾ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, വലിയ മഖ്ദൂമങ്ങൾ, അവിടുത്തെ ഷറഹു മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നുണ്ട്. അപ്പം ഏറ്റവും വലിയ ഇബാദത്ത് ശരീരം കൊണ്ട് ചെയ്യുന്നത് നിസ്കാരമാണ്. എന്നാൽ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരം അല്ല, അതല്ല. പിന്നെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ് ഏറ്റവും വലിയ ഇബാദത്ത്. എന്താ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്? അതിലൊന്നാണ് തവക്കുല്, അതിലൊന്നാണ് മഹബ്ബത്ത്. അള്ളാഹിനോടുള്ള മഹബ്ബത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അതാണ് ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്ര വലിയ സ്ഥാനത്തെത്തിയത് എങ്ങനെ? പിൽക്കാലക്കാർക്ക്
ഹദീസുകൾ കൂടുതൽ കൊടുത്തു എന്ന കാര്യത്തിലാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഹദീസ് അടുത്ത തലമുറക്ക് കൈമാറി എത്ര ആളുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ മറ്റു ഇബാദത്തുകളുള്ള എത്ര ആൾക്കാരുണ്ട്? പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോലും ഒരാൾക്കും എത്താൻ കഴിയാത്തത് എന്തേ? സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖൽബിലുള്ള മഹബ്ബത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു കാണിച്ച മഹബ്ബത്താണ് സിദ്ദീഖ് തങ്ങളെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പോലും പറയാറുണ്ട്, വദിത്തു അന്നി ശഅറതൻ ഫീ സദ്രി അബീബക്കർ. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നെഞ്ചിൽ ഒരു രോമാറ്റായാൽ മതിയായിരുന്നു ഉമർ. എങ്ങനെങ്കിലുമൊക്കെ ഉമർ സിദ്ദീഖ് തങ്ങളെ നെഞ്ചിലെ രോമായാൽ കഴിച്ചലാവുമല്ലോ, രക്ഷപ്പെടുമല്ലോ. അപ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഇബാദത്താണ് മഹബത്ത് എന്ന് പറയുന്നത്. നമുക്ക് മഹബത്തുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെ നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്തുണ്ടോയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ അയിമ്മത്തുണ്ട്. കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിവ് കാണിച്ചു കൊടുക്കേണ്ടി വരും, ഇല്ലെന്ന് പറഞ്ഞാൽ ദീനിൽ തന്നെ പുറത്തായി പോകും. അതുകൊണ്ട് ചോദിക്കുന്ന ആളോട് ദ്വാരക്കണം ഉസ്താദേ മഹബത്തുണ്ടാവാൻ എന്ന്. ഇപ്പം പിന്നെ എല്ലാവർക്കും മഹബത്ത് ചാർത്തി കൊടുക്കുന്ന സമയം കൂടിയാണ്. ഉസ്താദേ ഇതാ റസൂലുള്ളാഹിൻ്റെ നല്ല മുഹിബ്ബാണ്. എനിക്കെങ്ങനെ അറിഞ്ഞത്? നീ എങ്ങനെ അറിഞ്ഞത്? നമ്മളങ്ങനെ ആരെയും മദ്ഹ് ചെയ്യാനൊന്നും പോകരുത്, അറിയാത്തൊരു കാര്യം പറയാൻ നിൽക്കരുത്. ഇപ്പം അനങ്ങിയാൽ ആദരവുള്ള കാലമാണ്. അനങ്ങിയാൽ ആദരവാണ്. ആരെയും നമുക്കറിയാത്തൊരു വിശേഷണം പറഞ്ഞ് മദ്ഹ് ചെയ്യാൻ പാടില്ല. എൻ്റെ വിഷയം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അനുസരിച്ചിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരാൾക്ക് ലഭിക്കുക. നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം എത്ര കിട്ടണം? അതിൻ്റെ മാനദണ്ഡം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾക്ക് എത്ര ഖുർബ്, അടുപ്പം, മഹബത്ത്, ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക. لأن قدر محبة الله تعالى على العبد على قدر محبة نبيكم صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾക്ക് എത്രയാണോ ഇഷ്ടവും മഹബത്തും അടുപ്പവും ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹിൻ്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടുക. അതാണ് അള്ളാഹു ഒരാൾക്ക് അള്ളാഹിൻ്റെ ഇഷ്ടം തന്നെ കൊടുക്കാൻ മാനദണ്ഡമായി കാണുന്നത്. അയാൾ എൻ്റെ ഹബീബിനോട് എത്ര ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾക്ക് സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ കണക്കാക്കപ്പെടുന്നത് തന്നെ അയാളുടെ ഖൽബിലുള്ള മഹബത്തിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ സ്ഥാനം ഈ ഉമ്മത്തിൽ സ്വർഗത്തിൽ കിട്ടലായിരിക്കുക സിദ്ദീഖ് റളിയല്ലാഹു. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളത്. എന്താണ് ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് മഹബത്ത്? ഇന്നതാണ് മഹബത്ത്, ഇന്നതല്ല മഹബത്ത് എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയുമോ? മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹുബ്ബ് എന്ന പദം തന്നെ വരുന്നത് ഹ, ഉള്ളിൽ നിന്ന് ബ പുറത്തേക്ക് വരേണ്ട സാധന. അത് ഉള്ളിൽ ഉള്ള ഒരു സാധനമാണ്. ഉള്ളിൽ നിന്ന്, അകത്തളത്തിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ചില മഹാന്മാർ പറഞ്ഞു അതൊരു വിജ്ദാനാണ്. എന്താ വിജ്ദാൻ എന്ന് പറഞ്ഞാൽ? അതൊരു ഫീലിംഗ് ആണ്, അതൊരു ടേസ്റ്റാണ്, അത് അവനവൻ അനുഭവിക്കേണ്ട കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ റൗള ഷരീഫിൻ്റെ അടുത്ത് പോയാൽ അയാൾ കൂടുതൽ സമയം റൗളൻ്റെ അടുത്ത് നിൽക്കുന്നതാണോ നല്ലത്, അല്ല വേഗത്തിൽ പോയി വരുന്നതാണോ നല്ലത്? എന്താ നല്ലത്?
എന്താ നല്ലത് എന്ന് ഒറ്റയടിക്ക് യെസ് ഓർ നോ ഉത്തരം പറയാൻ പറ്റൂല അതിന്. കാരണം ഒരാൾക്ക് അവിടെ കുറേ നിന്നാൽ ആദ്യം ഉണ്ടായ ടേസ്റ്റും മധുരമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് സമയം നിൽക്കുക, വേഗം തിരിച്ചു പോരുക. മദീനയിൽ കുറേ കാലം താമസിച്ചാൽ മദീനയോടുള്ള ബഹുമാനം കുറയുന്നുണ്ടെങ്കിൽ അയാൾ വേഗം അവിടുന്ന് വിടുക. അവിടെ എത്ര നിന്നാലും അയാൾക്ക് ഈമാനും മഹബത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾ കൂടുതൽ സമയം അവിടെ നിൽക്കുകയും ചെയ്യാം. മഹബത്തിൻ്റെ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ അനുഭവിക്കുന്ന ഉത്തരങ്ങളെ അതിൻ്റെ ഉത്തരങ്ങളാവുള്ളൂ. ഒരു റെഡിമെയ്ഡ് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങളെ കൊല്ലാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്, നിങ്ങൾ മദീനയിൽ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവണം, ഇവിടുന്ന് നാട് വിടണം. ഇല്ല, ഞാൻ പോവില്ല. എന്തേ? എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാൻ പോവില്ല. എന്താ കാരണം? മഹബത്തുണ്ട്. അതേ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു നിൽക്കണില്ല. എന്താ കാരണം? നബി തങ്ങളില്ലാത്ത മദീനയിൽ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റൂല, കാരണം മഹബത്തുണ്ട്. അപ്പം മദീനയിൽ നിൽക്കലാണോ മഹബത്ത്, മദീനയിൽ നിന്ന് പോകാണോ മഹബത്ത്? അറിയില്ല, ഉത്തരം നമുക്കറിയില്ല. എല്ലാ ഉത്തരം അറിയൽ നിർബന്ധമൊന്നുമില്ല. അതാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അതൊരു വിജ്ദാനാണ്, അവനവൻ അനുഭവിക്കേണ്ട ടേസ്റ്റാണ്. നബിയെ എന്ന് ഒരാൾ വിളിക്കുമ്പോൾ അയാൾക്ക് നബി തങ്ങളെ എത്ര അറിയാം, അത്രയും ഊക്കാണ് ആ നബിയെ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുക. ചിലർ വിളിക്കുമ്പോൾ യാ നബി നബി അത്രയുണ്ടാവും. ചില ആൾ അവർക്ക് വിളിക്കാൻ തന്നെ കഴിയൂല, അവർ കരഞ്ഞ് കുതിർന്ന് അവർ തന്നെ ഇല്ലാതായി പോകും. ചില മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൽപ്പെട്ട മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞ് ചോദിച്ചാൽ പറയും, നബിതങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ, പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, എൻ്റെ ബോധം അങ്ങ് പോയി. കണ്ടോ? അത് അവരവരനുഭവിക്കുന്ന അറിവിൻ്റെ അമലിൻ്റെ കടുപ്പത്തിനനുസരിച്ചിട്ടാണ് മഹബത്ത് ഉണ്ടാവുക. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു രാത്രിയിലുള്ള നിസ്കാരത്തിന് അഥവാ ഇശാ നിസ്കാരത്തിന് വുളു എടുത്തപ്പോൾ കാല് കഴുകുന്നത് 3 വട്ടം കഴുകണമല്ലോ, എല്ലാവയും 3 വട്ടം കഴുകണം. കാല് കഴുകുന്നത് 3ാമത്തെ വട്ടം കഴുകിയിട്ടില്ലായിരുന്നു, ആ സുന്നത്ത് എടുത്തിട്ടില്ല. അന്ന് രാത്രി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, ഫുളൈലെ നിങ്ങളൊക്കെ ഇങ്ങനെ സുന്നത്ത് ഒഴിവാക്കുന്ന ആളായോ? ഞെട്ടി ഉണർന്നു. ആ ഒറ്റ സുന്നത്തിന് പ്രായശ്ചിത്തമായി 500 റക്അത്ത് സുന്നത്ത് സ്കരിച്ചത്. അതെന്തേ? അവരും തങ്ങളും അത്രയും അടുപ്പാണ്. നമ്മൾ വുളുവന്നില്ലാണ്ട് ഇശാ സ്കരിച്ചെന്ന് വിചാരിച്ചോ? ആര് വരാന്? ആരപ്പം പറഞ്ഞത്? നമുക്കെന്തേ? നമുക്ക് റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ തീർന്നില്ല ഈ കണ്ടന്റ്. മദീനയിൽ പോകണ്ട മോനെ, പോണോല്ലേ, തീർന്നില്ല, അത് കഴിഞ്ഞില്ലേ, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഒരു ജസ്റ്റ് സ്പാർക്ക്. അതിലപ്പുറത്ത് നമുക്കൊരു മഹബത്തിൻ്റെ ലോകത്തേക്ക് കടക്കണം. അതൊരു വിജ്ദാൻ, ഒരു ഫീലിംഗ് ആണത്. അത് കൂടുതൽ പഠിക്കുമ്പോൾ, കൂടുതൽ അമൽ ചെയ്യുമ്പോൾ, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹ് കൊടുക്കുന്ന ഒരു ടേസ്റ്റ് കൂടിയാണത്. നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ചെവി മുളച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയ ഹദീസാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണം എന്ന്. ആ അർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുണ്ടോ? ആരോടും ചോദിക്കണ്ട, നമ്മളോട് തന്നെ ചോദിച്ചു നോക്കൂ, നമ്മളെ മഹബത്ത് അങ്ങനെ ആവുന്നുണ്ടോ? ചില മഹാന്മാർ അതിന് വ്യാഖ്യാനം എഴുതി. എന്തേ? അൻ തുഅതിയ കുല്ല ശൈഇൻ ലിമഹ്ബൂബിക ഹത്താ ലാ യബ്ഖാ ലിനഫ്സിക ശൈ. നീ എന്തെല്ലാമാണോ സ്വന്തമാക്കിയത് അത് മുഴുവനും നിന്റെ മഹബൂബിന് വേണ്ടി കൊടുക്കുമ്പോഴാണ് മഹബത്താവുക. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമർപ്പിച്ച മഹബത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്തൊരാളുടെ സ്വത്തും ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയാ. എന്തിനാ സിദ്ദീഖെ കരയണത്? നബിയെ, തങ്ങൾ എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്?
അബൂബക്കറിന് അങ്ങനെ സ്വത്തുണ്ടോ? അബൂബക്കറിൻ്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നതല്ലേ, പിന്നെന്തിനാ അബൂബക്കറിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? കണ്ടോ കണ്ടങ്ങള്? അബൂബക്കർ തങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് അത് മുഴുവൻ കൊടുത്തു എന്നല്ല, അബൂബക്കർ തങ്ങളെ തന്നെ കൊടുത്തു. അതിനാണ് മഹബ്ബത്ത് എന്ന് പറയുക. അതാണ് സുദ്ദീഖ് എന്ന് പറഞ്ഞത്, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം തങ്ങളെ നോക്കി ഇരിക്കലാണ് നബിയേ, തങ്ങളുടെ കൂടെ ഇരിക്കലാണ് നബിയേ, എൻ്റെ സമ്പത്ത് മുഴുവനും തങ്ങൾക്ക് ചെലവഴിക്കലാണ് നബിയേ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം. ഇതിനാണ് മഹബ്ബത്ത് എന്ന് പറയാം. ഈ മഹബ്ബത്തിൻ്റെ ലോകം നമുക്കും അനുഭവിക്കാൻ പറ്റണം. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് ഒരാൾക്ക് ഹലാവത്തുൽ ഈമാൻ, ഇസ്ലാമിലൊരു രസം കിട്ടുന്ന ജീവിതം ഉണ്ടാവുക. ആര് കളിയാക്കിയാലും പ്രശ്നം ഉണ്ടാവില്ല. ഹിജാബ് ഇട്ട മോളെ കുടുംബത്തുനിന്ന് ട്രോളാണ്, കലാലയത്തുനിന്ന് പരിഹസിക്കുകയാണ്. ആ കുട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സ്വമമി. ആ കുട്ടിയുടെ ചെവിക്കുറ്റിയിൽ മഹബത്തിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് തന്നെ ആക്ഷേപങ്ങളൊന്നും കേൾക്കൂല, ഒന്നും കേൾക്കൂല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞനോ? ഇല്ല അല്ലേ? അവർക്ക് മഹബത്തുണ്ട് ചെവിയിൽ. അതാണ് ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സ്വമമി. അതാണ് ആ ലോകത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിനാണ് ബൂസൂരി ഇമാമ് ബുർദയിലൂടെ നമുക്കത് പഠിപ്പിച്ചു തന്നത്. ബൂസൂരി ഇമാമിൻ്റെ ഒന്നാമത്തെ ഫസ്ല് തന്നെ നിങ്ങൾ നോക്കി. ബൂസൂരി ഇമാമിനെ പുറത്തേക്ക് എടുത്തിട്ട് വേറൊരാളോട് സംസാരിക്കണ പോലെയാണ് സംസാരിക്കണത്. അതിന് അറബിക്ക് ലിറ്ററേച്ചറിൽ തജ്രീദ് എന്നാണ് പറയല്. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച കുട്ടികൾക്കും ഇത് വേഗത്തിൽ മനസ്സിലാവും. അറബിയോളം വൈജ്ഞാനിക ലോകം കീഴടക്കിയ ഭാഷ വേറെ ഉണ്ടാവില്ല. എന്താ ഇപ്പൊ ബൂസൂരി ഇമാം പറയണത്? വേറൊരാളോട് ചോദിക്കണ പോലെ ചോദിക്കുക. അമിൻ തദക്കുർ ജീറാനി ബീദീസലം, മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെ ഓർത്തിട്ടാണോ മസജ്ത ദമൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി, കണ്ണീര് തീർന്നിട്ട് ബ്ലഡ് കലർന്ന കണ്ണീരാണല്ലോ ഇപ്പം ബുസൂരി വരുന്നത്. എന്താ പറ്റിയത്? കണ്ണീരെപ്പോഴാ തീരുക? കുറേ കരഞ്ഞ് പിന്നെയും കണ്ണീരിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങനെ വലിയും. അങ്ങനെ വലിച്ചിട്ട് കണ്ണീര് വരുത്തിയാൽ ഒരു പക്ഷേ ബ്ലഡ് കലർന്ന കണ്ണീരാണല്ലോ ഇപ്പം വരുന്നത്. എത്തപ്പ പറ്റിയത്? ആരെയോ ഓർത്തിട്ടാണോ? അല്ല, ആ മദീന നാട്ടിൽ നിന്ന് കാറ്റ് വീശുമ്പോ അതിങ്ങനെ തലോടുമ്പോ കരയുന്നതാണോ? നിന്നോടിപ്പം കരയുന്നത് ചോദിക്കാൻ തന്നെ ഇപ്പൊ പേടിയാവും അബൂസൂരി. എന്തിനാ കരയുന്നത് ചോദിച്ചാൽ ഇതുവരെ ഇല്ലാത്ത പൊട്ടലും ചീറ്റലുമാണ് പിന്നെ വരുന്നത്. ഫമാലി ഐനൈക്, എന്താ അബൂസൂരി പറ്റിപ്പോയത്? കരയല്ല എന്ന് പറയുമ്പോൾ കരച്ചിൽ കൂടുതലാ. എന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു സംശയം, ആരോടോ പ്രേമുണ്ട് എന്നാ തോന്നുന്നത്. പൊതുവിൽ ഈ അസുഖം വരൽ പ്രേമം ഉണ്ടെങ്കിലാണ്. ഇങ്ങനെ ഓർത്ത് കരയുക, തിന്നാൻ വേണ്ട, കുടിക്കാൻ വേണ്ട. അല്ല ഉസൂരിയത്തിനാ കരയണത്. നമ്മൾ എത്ര നേരം ചോദ്യം ചോദിക്കണത്? ശരീരത്തിൻ്റെ നിറങ്ങ് മാറിയല്ലോ, ഉറക്കില്ലേ, യെല്ലോ കളറായിട്ടുണ്ട്. തിന്നലും കുടിക്കലൊന്നുമില്ല, മെലിനൊട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം, പ്രേമൊന്നും അധിക കാലം മറച്ചു വെക്കാൻ കഴിയില്ല. പ്രേമ അധിക കാലം ഹൈഡ് ചെയ്ത് വെക്കൂല, എപ്പോഴെങ്കിലും പുറത്തു വരും. അല്ലെങ്കിലും നീ ഇല്ലാന്നാ പറയാൻ നോക്കണമെങ്കിൽ എങ്ങനെ പ്രേമം ഇല്ലാന്ന് പറയുക? നിന്റെ ശരീരം തന്നെ പറയുന്നുണ്ട് യു ഹാവ് സംതിങ്, നിനക്കെന്തോ ഉണ്ട്. തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കോടതിയിൽ കയറിയ ബൂസൂരിക്ക് ഉത്തരം പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയാണ് ബൂസൂരി ഇമാമ് ഉത്തരം പറയണത്. നഅം ഐ ഹാവ്, എനിക്കുണ്ട്, എനിക്ക് പ്രേമമുണ്ട്. നിങ്ങളോട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും ബോധ്യമായി. പ്രേമമുണ്ട്. സറാ തൊയ്ഫുമൻ അഹ്വാ ഫറക്കനി,
ഞാൻ ആരെയാണോ പ്രേമിക്കണത് അവർ ഉറക്കത്തിൽ വന്നാൽ അത് കിനാവായി തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഉറങ്ങലില്ല. ഉണർച്ചയിൽ തന്നെ കാണാമല്ലോ. അപ്പം നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എന്താ ചോദ്യം? മൈഗ്രെയിൻ്റെ പ്രശ്നമൊന്നും വരില്ല ഉറക്കോയിനാൽ? കാല് കടച്ചിൽ, നടുവേന, കാലിൻ്റെ നീര്, വൽഹുബ്ബുയഅ്തരിളുല്ലദാത്തി ബിൽഅലമി, പ്രേമം തലയിൽ കയറിയ വേദന ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഉഹദിൽ അമ്പ് വരുമ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു അത് കാണാൻ വേഗം ഖതാദ റളിയല്ലാഹു അൻഹു തൻ്റെ കണ്ണ് വെച്ചു കൊടുത്തു. അമ്പ് കണ്ണിലേക്ക് കയറി, ഉള്ളിലേക്ക് കയറി, ആ അമ്പിനെ വലിച്ചെടുത്തു. കണ്ണ് അറ്റുപോയി, ഞരമ്പിൽ തൂങ്ങി. വേദന എന്ത് വേദന? വേദനയില്ല. എന്ത് വേദന? പ്രേമം ഉള്ളവർക്ക് എന്ത് വേദന? അതേ ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അമ്പ് വന്നപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നേരെ ഫേസ് ടു ഫേസ് നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, ബേക്കിന്ന് അമ്പ് വരുന്നുണ്ട്, തങ്ങൾ നോക്കല്ലേ. അപ്പം അബൂ ദുജാനക്ക് അമ്പ്, അതിന് അബൂ ദുജാന പണ്ട് ഡിലീറ്റ് ആക്കിയല്ലോ. അതാണ് നബിയെ നോക്കല്ലേ എന്ന് പറയുമ്പോൾ 18 ഇരുമ്പിൻ്റെ അമ്പുകൾ ഈ ചെറിയ പുറം ഭാഗത്ത് തറച്ചിട്ട് 18 ദ്വാരത്തുനിന്ന് ബ്ലഡ് ഒലിക്കുന്നുണ്ട്. വേദനയില്ലേ? ഇല്ല. എന്താ? വൽഹുബ്ബുയഅ്തരിളുല്ലദാത്തി ബിൽഅലമി, പ്രേമം തലീക്കേറിയാൽ എന്ത് വേദന? അതുകൊണ്ടല്ല ഔലിയാക്കൾ ഉറക്കോയിന് തഹജ്ജുദ് നിസ്കരിക്കണത്. എന്തേ? ഉറക്കില്ലേ? തലവേനയില്ലേ? എന്ത് തലവേന? എന്ത് കടച്ചല്? അവർക്കെന്ത്? PhD എടുക്കണം, റാങ്ക് ഹോൾഡർ ആവണം എന്ന് വിചാരിക്കുന്ന കുട്ടി എക്സാമിൻ്റെ സ്റ്റഡി ലീവിന് ഉറക്ക് വരുന്നത് കൊണ്ട് ബക്കറ്റിൽ തണുത്ത വെള്ളം വെച്ചിട്ട് കാലിട്ടിട്ട് പഠിക്കണില്ലേ? ഉണ്ട്. ഉറക്കില്ലേ? എന്തുറക്ക്? ഉറക്കില്ല. കാരണം ആ കുട്ടിക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, ഇപ്പോഴത്തെ രാത്രത്തെ ഉറക്കിൻ്റെ സുഖമല്ല, പിന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാ, നാളത്തെ സുഖ. അതാണ് സൂഫിയാക്കൾ രാത്രി ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്തത്. അതാണ് SSF 18 ജില്ലകളിൽ സ്റ്റുഡൻസ് ഗാല എന്ന പേരിൽ ഹയർ സെക്കൻഡറി കോൺഫറൻസ് നോ ക്യാപ് ഇറ്റ്സ് ടുമാറോ എന്ന തലവാചകത്തിൽ സമ്മേളനങ്ങൾ നടത്തി വരുന്നത്. നാളേക്ക് വേണ്ടി പണിയെടുക്കണം, അപ്പോഴാണ് നമ്മൾ ബുദ്ധിമാനാവുക. അൽ കയ്യിസ്, ആരാണ് ബുദ്ധിമാൻ? മന്ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുക. ഇങ്ങനെ ആയാൽ മതിയോ? ഇന്നലത്തേക്കാൾ ഇന്ന് എന്തേലും മെച്ചാവണ്ടേ? വഅമില ലിബാമഅൽ മൗത്ത്, നാളത്തെ ഒരു ജീവിതത്തിന് വേണ്ടി ഇന്ന് പണിയെടുക്കുക. അപ്പോഴാണ് ഒരാൾ ബുദ്ധിമാനാവുക. അതാണ്. ഇപ്പോൾ നമ്മളൊന്ന് താണു കൊടുത്താൽ നാളെ ആഖിറത്തിൽ വലിയ വിജയം കിട്ടുമെങ്കിൽ ഇപ്പോൾ താണു കൊടുക്കുക. ഇസ്ലാമിൻ്റെ മുഴുവൻ തത്വങ്ങൾ അതായിരിക്കും. നിങ്ങൾ നോക്ക്, ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ ഒരാൾ നമ്മളോട് തർക്കിക്കുകയാണ്, ശരി നമ്മുടെ ഭാഗത്താണ്, എല്ലാ ന്യായവും നമ്മുടെ ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ ആ ന്യായം പറഞ്ഞിട്ടോ ശരി കാണിച്ചു കൊടുത്തോ അയാളെ തോൽപ്പിക്കാൻ പറ്റും. അവിടെ നമ്മൾ താണു കൊടുത്തു. സോറി, ഞാൻ ഒന്നും പറഞ്ഞിട്ട് സോറി. ജയിക്കാനുള്ള മുഴുവൻ അവസരമുണ്ട്. ശരി നമ്മുടെ ഭാഗത്താണ്, ന്യായങ്ങൾ മുഴുവൻ നമ്മുടെ ഭാഗത്താണ്. എന്നിട്ടും നമ്മൾ പറഞ്ഞു വേണ്ട ബോട്ട്. അയാൾ ജയിച്ചെന്ന മട്ടത്തിൽ അയാൾ പോയി, നമ്മൾ തോറ്റു എന്ന വിചാരത്തിൽ അയാൾ പോയി. യഥാർത്ഥത്തിൽ നമ്മൾ തോൽക്കുകയല്ല ചെയ്തത്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനായ ഇപ്പോഴത്തെ ഒരു സുഖത്തെ വേണ്ടാന്ന് വെച്ച് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ വരും കാലത്തെ ഒരു സുഖത്തിന് വേണ്ടി ഇപ്പോഴത്തെ ഒരു സുഖം ഡിലീറ്റ് ആക്കിയാൽ, ന്യായം നിൻ്റെ ഭാഗത്തായിട്ടും നീ തർക്കിക്കാതിരുന്നാൽ ഞാൻ നിനക്ക് സ്വർഗം വാങ്ങിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നോ ക്യാപ്. മോനെ പറയുന്ന ഒന്ന് പൊള്ളല്ല കേട്ടോ. ഇറ്റ്സ് ടുമാറോ, നാളെ ആയിട്ടുണ്ട്, നാളേക്ക് വേണ്ടി പണിയെടുക്കണം. ഇതാണ് മഹബത്തുള്ളവർ ചെയ്യേണ്ടത്. പിന്നെയും ബൂസരി ഇമാമ് തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ട് ചോദ്യാർത്താവിനോട്. എന്ത്? ഞാൻ ഇങ്ങനെ ഉറക്കോ ഇനി ഇബാദത്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ധാരാളം ഖൈറാത്ത് ചെയ്യാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ആശയങ്ങൾ പറയും. ഉറങ്ങണം, തിന്നണം, കുടിക്കണം, കുറച്ചൊക്കെ നോക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ നോട്ടീസ് ഒട്ടിക്കലും പരിപാടി തന്നെയായിട്ട് നിന്നാലൊന്നും ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ പറയുന്ന ഉപദേശമൊക്കെ ടോപ്പൻ കേട്ടോ. മഹൽ തനി നല്ല ഉപദേശം തന്നെയാണ്. ബട്ട് ഞാനത് കേൾക്കാവില്ല. കാരണം എനിക്ക് ഇപ്പോഴത്തെ സുഖമല്ല വേണ്ടത്,
ഇതാണ് ശരിക്കും മഹബത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ സുഖത്തെ ഒഴിവാക്കി നാളത്തെ ഒരു സുഖത്തിന് വേണ്ടി ഇന്ന് അധ്വാനിക്കുന്നവർ, മുറത്തുദ്ദുന്യ ഹുൽവത്തുൽ ആഖിറ, ഇവിടുന്ന് കുറച്ച് കയ്പ് നീർ അനുഭവിച്ചാലും നാളെ മധുരം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പ്. എമിലി ഡിക്കൻസന്റെ കവിത വായിക്കാനുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വരിയും കൂടിയാണത്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിത ആരംഭിക്കുന്നത്. കുറച്ചൊക്കെ തോറ്റവരാണ് ജയിക്കുക എന്ന്. അതെ, ഇവിടുന്ന് കുറച്ച് കഷ്ടപ്പെടുക, ഇവിടുന്ന് കുറച്ച് അധ്വാനിക്കുക, ഇവിടുത്തെ സുഖങ്ങളൊക്കെ തലിക്കാലൊന്ന് മാറ്റിവെക്കുക. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോൾ കബുഷാ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ആരോ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് മരിച്ചു. റസൂലുള്ളാഹിക്ക് എന്തായത്? അതാണ് അവർക്ക് അറിയേണ്ടത്. നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു, തങ്ങൾക്ക് എന്തായത് എന്ന് എന്നോട് പറയൂ. തങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ, വഫാത്തായി. അപ്പോഴാണ് മൂന്നാമത്തെ ന്യൂസ്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, സഹോദരൻ മരിച്ചു, ഉപ്പ മരിച്ചു പോയി. എനിക്കതൊന്നുമല്ല അറിയേണ്ടത്, എൻ്റെ തങ്ങൾക്ക് എന്തായത്. ഇതാണ് ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്നെ മഹബത്ത് വെക്കുന്നത് വരെ എന്ന ഹദീസിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് മഹബത്തുണ്ടോ? മഹബത്തുണ്ടോ? അങ്ങനെ നമുക്ക് മഹബത്തുണ്ടാവണം. ആ മഹബത്തിലേക്കെത്താൻ നമ്മൾ നന്നായി അധ്വാനിക്കണം. അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാനൊരു 5 അലാമത്തുകൾ പറയാം. കുറേ അടയാളങ്ങളുണ്ട്. ഖാദി ഇയാദ് റഹിമഹുള്ളയുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ അടക്കം നോക്കിയാൽ ലഭിക്കുന്നതാണ്. ആ കിതാബിൻ്റെ പേരെന്നെ ഒരു രസമാണ്, ആ കിതാബിൻ്റെ ഒരു അത്ഭുതമാണ്. ആ കിതാബ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്താണ്, ആ വീട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. വല്ലാത്തൊരു മഹാനാണ് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. ആ കിതാബിന് മഹാൻ പേരിട്ട ഒരു രീതി കണ്ടോ? അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്നാണ് പേരിട്ടേക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ പേരിട്ടത്? ശരിക്കും ഷിഫ എന്നല്ലേ വേണ്ടത്? ഷിഫ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പദം. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കിതാബിലെ കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാടുകളെ കുറിച്ച് പറയുന്ന കിതാബാണ്. അത് എത്ര പറഞ്ഞാലും തീരൂല. ആശയം മാത്രമല്ല, അക്ഷരത്തിലും ഒരു ഹംസ കട്ടാക്കിയിട്ട് പറയാം, ഫുള്ള് തീരൂല. അതുകൊണ്ട് ഷിഫ എന്ന് പറയുന്നത് ഷിഫ. ഇത് ഫുള്ളാന്നൊന്നും ആരും വിചാരിക്കണ്ട എന്നതാണ് ആ പദം തന്നെ അങ്ങനെ സംവിധാനിച്ചതിൻ്റെ താല്പര്യം. ആ കിതാബുകളിലുണ്ട്, അത്തരം കുറേ കിതാബുകളുണ്ട്. മവാഹിബുൽ ലദുന്നിയ, ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങളുടെ അൻവാറുൽ മുഹമ്മദിയ, അതിലൊക്കെ മഹബത്തിൻ്റെ അലാമത്തുകളുണ്ട്. എന്താണ് ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് ഉണ്ടെങ്കിൽ അയാളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അതിലൊന്ന്, ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് തഖല്ലുഖ് ഉണ്ടാവുക. തഖല്ലുഖ് ഉണ്ടാവുക. എന്താ തഖല്ലുഖ് എന്ന് പറഞ്ഞാൽ? ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അവ്വില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇരുന്നു അങ്ങനെ ഇരിക്കുക, എങ്ങനെ കിടന്നു അങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലെ ബെഡ്റൂം നോക്കിയാൽ മനസ്സിലാവും ഈ ബെഡിൽ മുഹിബാണോ കിടക്കുന്നത് അല്ലാത്തൊരാളാണോ. കാരണം ആ കട്ടില വെച്ചിരിക്കുന്നത് കിബിലൻ്റെ നേരെ കിടക്കാൻ പറ്റുന്ന സംവിധാനത്തിലായിരിക്കും. അതെ, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്തുണ്ടെങ്കിൽ അയാൾക്കുണ്ടാവുന്നതാണ് തഖല്ലുഖ്. തങ്ങൾ എങ്ങനെ ചെയ്തോ, ഹാഫിള് അലാ സുനനിൻ വഅദബിൻ അതത് മൗസൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല. തങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രാവേളയിൽ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു മരക്കൊമ്പ് കണ്ടു. തങ്ങളൊന്ന് തല താഴ്ത്തിയിട്ട് പോയി. എന്താ കാരണം? അത് തലപ്പാവിന് തട്ടും. അതേ വഴിയിൽ പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തപ്പോൾ അവിടെ മരമൊന്നുമില്ല, മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ
തല താഴ്ത്തിയിട്ട് പോയി. അതെന്തേ നിങ്ങൾ തല താഴ്ത്തിയത്? തങ്ങൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നു. ന്യായാന്യായങ്ങളിലേക്ക് പോകാനൊന്നും അവരില്ല, അവർക്ക് വേറെ അങ്ങനത്തെ നോട്ടമൊന്നുമില്ല. തങ്ങൾ അങ്ങനെ ചെയ്തു, അതിൻ്റെ അപ്പുറമില്ല ഇപ്പുറമില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയൂല. അവർക്ക് നട്രാജിൻ്റെ സ്കെയിലെടുത്ത് 15 സെൻറ്റിമീറ്റർ മഹബത്താവോ അല്ല ഷിർക്കിലേക്ക് പോവോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് മൗലിദ് പറ്റാത്തത്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകണല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പഠിക്കുക. ഇപ്പം ഈ 2 ദിവസത്തെ വയല് പരിപാടി ഇവിടെ കഴിഞ്ഞാൽ നമ്മളിൽ ഇപ്പം എന്താ സംഭവിക്കേണ്ടത്? സാധാരണ ഇപ്പോഴത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ആദ്യം പറയാം. 2 ദിവസത്തെ പരിപാടിയാണ്, നല്ല പരിപാടിയില്ല, കുഴപ്പമില്ലല്ലോ, കൂടുതൽ ദിവസമില്ല, കറുപ്പത്തണം, നല്ല മൂപ്പരെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടാണ് ഇൻസ്റ്റയിലൊക്കെ അധികം കാണാറുണ്ട്. 3 കമൻറ്റും 4 ലൈക്കും 3 പൂവും 5 തിജ്ജും ഉണ്ടാവും, വേറൊരു കാര്യം ഉണ്ടാവില്ല. ഇതിനെ കൊണ്ടിപ്പോൾ എന്താ കാര്യം? ലൈസൽ ഇൽമു മാ ഹുഫിള വഇന്നമൽ ഇൽമു മാ നഫഅ എന്നല്ലേ. ഇവിടെ സാധാരണക്കാരായ പേൻ്റിട്ട കുട്ടികൾക്ക് ദർസ് ഉണ്ടോ സാർ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിൽ പങ്കെടുക്കുക. അതന്നെ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരേണ്ടത്. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ അങ്ങനെ പഠിക്കുക നമ്മൾ. അപ്പോഴല്ലേ മഹബത്ത് ഉണ്ടാവുക. ഒരാൾ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യണം എന്ന് പറയണമെങ്കിൽ എന്താണ് തങ്ങൾ എന്ന് പഠിക്കേണ്ടത്, എന്നാലേ ഫോളോ ചെയ്യാൻ പറ്റുക. ഉദാഹരണം പറയാം, ഞാൻ 2-3 ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അർഫഖന്നാസ്, നബി തങ്ങൾ വളരെ സോഫ്റ്റായ ആളാണ്. അപ്പം നമ്മൾക്ക് മഹബത്ത് ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്? സോഫ്റ്റ് ആവണം. ആരോടും ചൂടാവരുത്, ആരോടും ദേഷ്യപ്പെടരുത്. കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും തുറിച്ചു നോക്കാറില്ല. അപ്പം നമ്മൾ ആരെയും തുറിച്ചു നോക്കരുത്. ഞാനിപ്പോൾ ഈ വയല് പറയുമ്പോൾ ഇതിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ അയാൾക്ക് എന്നെ തോന്നി ഇതെന്താ ഉസ്താദ് എന്നെ നോക്കുന്നു, എന്തേലും ഉസ്താദ് പറഞ്ഞു കൊടുത്തോണ്ട് എന്നെ നോക്കുന്നതാണോ എന്ന്, അങ്ങനെ എന്തെല്ലാം ഡൗട്ടുകൾക്ക് സാധ്യത ഉണ്ട്. നമ്മൾ പൊതുവെ നമ്മളെ നാട്ടിൽ ഈ തുറിച്ചു നോട്ടം കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരാൾ മസ്ബൂക്കായാൽ അന്ന് 4 റക്അത്തും കിട്ടി എല്ലാവരും നോക്കും. ആ മസ്ബൂക്കായ ആൾക്കെന്നെ തോന്നുന്നു എൻ്റെ തുണിക്കാറ്റ് ഓട്ടമുണ്ടാകും, അപ്പോൾ ഇതെന്താ എല്ലാവരും പാടെ നോക്കണം. അയാൾക്ക് ഈ കൾച്ചർ എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട കൾച്ചർ വന്നതെന്ന് വെച്ചാൽ അയാളിങ്ങനെ നാട്ടാചാരം അനുസരിച്ച് ജീവിക്കുന്നല്ലാണ്ട് പഠിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പഠിക്കൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പഠിക്കൽ കുറവാണ്, അഭിപ്രായം കൂടുതലായിരിക്കും. മൊത്തത്തിൽ നല്ല പരിപാടി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പഠിക്കൽ കുറവായിരിക്കും. പഠിക്കണം. നമ്മൾ പ്രായമുള്ളവരും ദർസിൽ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 61-ാമത്തെ വയസ്സിൽ മുത്തഅല്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും കൂക്കി വിളിക്കാറില്ല. അത് അവിടുത്തെ സോഫ്റ്റ്നെസ് ആണ്. ദൂരത്തുള്ള ആളെ തങ്ങളെങ്ങനെ വിളിക്കൽ? ഒരാളെ വിളിച്ചിട്ട് പറയും ഒന്നോരെ വിളിക്കും, അങ്ങനെ. അല്ലെങ്കിൽ തങ്ങൾ തന്നെ പോയിട്ട് വിളിക്കും, അങ്ങനെ വിളിക്കുക. കൂക്കി വിളിക്കൂല. തങ്ങൾ ശബ്ദം ഇടൂലല്ലോ. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ നബിതങ്ങളെക്കാൾ ശബ്ദം ഉയർത്തരുത്. എവിടെ? തങ്ങളുടെ ജീവിതകാലത്ത്, തങ്ങളുടെ വഫാത്തിന് ശേഷം, തങ്ങളുടെ മദീനയിൽ, തങ്ങളുടെ ഹദീസിൻ്റെ ദർസിൽ, തങ്ങളുടെ മൗലിദിൻ്റെ മജ്ലിസിൽ, തങ്ങളുടെ ശമായിലിൻ്റെ ക്ലാസ്സുകളിൽ തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾ ശബ്ദം ഉയർത്തുകയേ ചെയ്യില്ല. ഒരാവശ്യത്തിന് മാത്രമുണ്ട്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ റൂമിലേക്കൊക്കെ കയറിയാൽ നമ്മൾ റൂമിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നാട്ടുകാർക്ക് മൊത്തം അറിയാനൊന്നും പാടില്ല. വന്ന് നോക്കി അറിയുന്നല്ല, അനങ്ങാണ്ട് നൂറുലുലമ എം.എ. ഉസ്താദ് ജീവിച്ച പോലെ ഒരു പാവായിട്ട് ചെയ്യുക. അതാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ. മഹബത്ത് കാരണം കാന അർഫഖന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ റിഫ്കിൻ്റെ ആളാണ്, സോഫ്റ്റ്നെസ്സിൻ്റെ ആളാണ്. ഇത് പഠിച്ച ഒരാളെങ്ങനെയാ ഹൗലിൻ്റെ അടുത്തുനിന്ന് പൈപ്പ് തിരിക്കുമ്പോൾ സ്പീഡിൽ തിരിക്കൽ? അയാൾ മെല്ലെ തിരിക്കുള്ളൂ. ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കലോ മെല്ലെ. 2 സ്വിച്ച് ഉണ്ടാവും ഫ്ലഷിന്, കുറച്ച് വെള്ളം കുറേ ഉള്ളതും. എന്തിനാ? കുറച്ചടിച്ചാൽ മതിയാവും ഏകദേശം. പക്ഷെ മലയാളികൾ 2ഉം കൂടി കുത്തും. എവിടുന്നാ വരുന്നത്? മഹബത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന്.
നമ്മുടെ സ്വഭാവത്തിൽ ഇതില്ല. ജീലാനി തങ്ങൾ പറഞ്ഞല്ലോ, മഹബത്തിൻ്റെ കാമ്പും കാതലും എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലാണ് വേണ്ടത്. അവിടുത്തെ ഷറഹു സ്വലാത്തി സൂറയിൽ കാണാതെ